സോ ഹായ് എവ്രി വൺ, എൻ്റെ പേര് ദേവനന്ദ പി വി. ഞാൻ തേർഡ് ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ് എയിംസ് നാഗ്പൂരിൽ. ഞാൻ നീറ്റ് 2020 എഴുതി. എനിക്ക് റാങ്ക് 1169 ആയിരുന്നു, ഓൾ ഇന്ത്യ റാങ്ക്. അപ്പൊ ഇന്ന് നമ്മളൊരു പുതിയ യൂണിറ്റിലേക്കാണ് കടക്കുന്നത്, അതായത് സ്ട്രക്ചറൽ ആൻഡ് എന്താ പറയാ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. അപ്പൊ നമ്മൾ ഏറ്റവും ആദ്യം പ്ലാന്റ്സിൽ തുടങ്ങാം. ബോട്ടണി സബ്ജക്റ്റ് ആണ്. പ്ലാന്റ്സിൽ തന്നെ നമ്മൾ ഏറ്റവും മോർഫോളജി ഉണ്ട്, അനാറ്റമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് ആദ്യം മോർഫോളജി ആണ് നോക്കേണ്ടത്. മോർഫോളജി എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഇസ് ദ സ്റ്റഡി ഓഫ് വേരിയസ് എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് ഓഫ് ദ ഓർഗാനിസംസ്. അതാണ് മോർഫോളജി. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ ഞാൻ കണ്ടന്റ്സ് എന്തൊക്കെയാണെന്ന് ഏറ്റവും ആദ്യം ബ്രീഫ് ചെയ്യാം. നമ്മൾ ഫസ്റ്റ് ഒരു പ്ലാന്റിന്റെ റൂട്ടിനെ കുറിച്ച് പഠിക്കും. റൂട്ടിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ സ്റ്റെമ്മിനെ കുറിച്ച് പഠിക്കും, പിന്നെ ലീഫ് പഠിക്കും, പിന്നെ ഇൻഫ്ലോറസൻസ്, പിന്നെ ഫ്ലവർ, ഫ്രൂട്ട്, സീഡ്. ഇതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പോ നമുക്ക് ഏറ്റവും ആദ്യം എന്താ പറയാ, മോർഫോളജിയുടെ ഡെഫിനേഷൻ എന്താന്ന് നോക്കാം. മോർഫോളജി എന്താ? It is the study of various external features of the organism ആണ് മോർഫോളജി. അപ്പൊ നമ്മളിത് പ്ലാന്റ്സിന്റെ ആണ് ഏറ്റവും ആദ്യം നോക്കുന്നത്. അപ്പോ പ്ലാന്റ്സിന് എന്താ പറയാ, ഒരു ഹാബിറ്റാറ്റിൽ ജീവിക്കണേ കുറെ അഡാപ്റ്റേഷൻസ് കൊടുത്തിട്ടുണ്ട്. We also need to know about the possible variations in different parts found as adaptation of plants to the environment. കുറച്ച് ഹാബിറ്റാറ്റ്സിൽ ജീവിക്കാൻ, പ്രൊട്ടക്ഷന് വേണ്ടി, അല്ലെങ്കിൽ സ്റ്റോറേജിന് വേണ്ടി, അതിനാണ് പ്ലാന്റ്സ് അഡാപ്റ്റ് ചെയ്യുന്നത്. അപ്പോ നമുക്ക് ഓരോ പാർട്ടായിട്ട് തുടങ്ങാം. ഫ്രം ബേസ് എന്ന് വെച്ചാൽ ഏറ്റവും ആദ്യം ആ ഒരു ചെടി മണ്ണിൽ ഇങ്ങനെ ഉറച്ചു നിൽക്കാനുള്ള ഫങ്ഷൻ കൊടുക്കുന്ന ആളാരാണ്? നമ്മളുടെ റൂട്ട്. അപ്പോ റൂട്ട് എന്താ? ഇറ്റ് ഇസ് ദ അണ്ടർഗ്രൗണ്ട് പാർട്ട് ഓഫ് ദ പ്ലാന്റ് ആൻഡ് ഡെവലപ്സ് ഫ്രം ദ ഇലോങ്ങേഷൻ ഓഫ് റാഡിക്കിൾ ഓഫ് ദ എംബ്രിയോ. എംബ്രിയോന് രണ്ട് പാർട്സ് ഉണ്ട്. അപ്പൊ അതിന്റെ റാഡിക്കിളിൽ നിന്ന് ഡെവലപ്പ് ആവുന്നതാണ് നമ്മളുടെ റൂട്ട്. അണ്ടർഗ്രൗണ്ട് പാർട്ട് ഓഫ് ദ പ്ലാന്റ് ആൻഡ് ഡെവലപ്സ് ഫ്രം ഇലോങ്ങേഷൻ ഓഫ് റാഡിക്കിൾ ഓഫ് എംബ്രിയോ. ഇത് ഓർത്ത് വെക്കണം. റാഡിക്കിൾ ഓഫ് എംബ്രിയോയിലാണ് നമ്മളുടെ എന്താ റൂട്ട് ഉണ്ടാവുന്നത്. ഇപ്പം രണ്ട് ടൈപ്പ് ഓഫ് പ്ലാന്റ്സ് ഉണ്ട്, ഡൈക്കോട്ടിലിഡൻസും മോണോകോട്ടിലിഡൻസും. ഇതൊക്കെ എന്താന്ന് ഞാൻ ഇനി വരുന്ന സെഷനിലായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഞാൻ പറയുന്നില്ല. അപ്പൊ ഡൈക്കോട്ട് പ്ലാന്റ്സിൽ ഈ റാഡിക്കിളിന്റെ ഡയറക്റ്റ് ഇലോങ്ങേഷൻ ആണ് മറ്റേ ഒരു പ്രൈമറി റൂട്ട് ഉണ്ടാക്കുന്നത്. വിച്ച് ഗ്രൂ അത് സോയിലിന്റെ ഉള്ളിൽ ഉണ്ടാവും. എന്ന് വെച്ചാൽ സെന്ററിൽ ആയിട്ടുള്ള ഒരു പ്രൈമറി റൂട്ട്. അതായത് ഞാൻ കാണിച്ചുതരാം. ഇതാണ് ഇത് സോയില്. ഇങ്ങനെ ഡയറക്റ്റ് ആ കോട്ട്ലിഡിന്റെ റാഡിക്കലിന് ഇലോങ്ങേറ്റ് ആയി വന്നതാണ് പ്രൈമറി റൂട്ട്. ഡയറക്റ്റ് ഇലോങ്ങേഷൻ ഓഫ് ദ റാഡിക്കൽ ലീഡ്സ് ടു ഫോർമേഷൻ ഓഫ് പ്രൈമറി റൂട്ട്. പിന്നെ ഈ പ്രൈമറി റൂട്ടിൽ നിന്ന് കുറച്ച് സെക്കൻഡറി റൂട്ട്സ് ഇങ്ങനെ ഡെവലപ്പ് ആവും. ഏത് അതിനെയാണ് നമ്മൾ പറയാ സെക്കൻഡറി അല്ലെങ്കിൽ ടേർഷറി റൂട്ട്സ്. ഇതിന്ന് വേറെ ഉണ്ടായ സെക്കൻഡറിന്ന് ഉണ്ടാവുന്ന ടേർഷറി റൂട്ട്സ്. മനസ്സിലായില്ലേ? അപ്പൊ പ്രൈമറി റൂട്ട്സും അതിന്റെ ബ്രാഞ്ചസിനെയാണ് നമ്മൾ ടാപ്പ് റൂട്ട് സിസ്റ്റം എന്ന് പറയാം. അപ്പൊ ഞാൻ ടൈപ്പ് ഓഫ് റൂട്ട് സിസ്റ്റം ഏറ്റവും ആദ്യം ഒന്ന് പറഞ്ഞുതരാം. ടൈപ്സ് ഓഫ് റൂട്ട് സിസ്റ്റംസ്. അപ്പോ ഏറ്റവും ആദ്യം വരുന്നതാണ് ടാപ്പ് റൂട്ട് സിസ്റ്റം. അപ്പൊ ടാപ്പ് റൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത് എന്താ? ഈ റാഡിക്കിളിന് ഒറിജിനേറ്റ് ചെയ്യുന്നത്. അതിന്റെ എക്സാമ്പിൾ ആണ് ഡൈക്കോട്ട് പ്ലാന്റ്സ്. ഡൈക്കോട്ട് പ്ലാന്റ്സ് എന്ന് വെച്ചാൽ എന്തൊക്കെയോ ഈ ഗ്രാംസ്, പീ, അല്ലെങ്കിൽ നമ്മളുടെ മാംഗോ, ഇതിലൊക്കെയാണ് നമ്മൾ ടാപ്പ് റൂട്ട് സിസ്റ്റം കാണുക. എന്ന് വെച്ചാൽ റാഡിക്കിളിൽ ഉണ്ടാവുന്ന പ്രൈമറി റൂട്ടാണ് ടാപ്പ് റൂട്ട്. പിന്നെ ഫൈബ്രസ് റൂട്ട് ഉണ്ട്. ഫൈബ്രസ് റൂട്ട് എന്ന് വെച്ചാൽ ഈ സ്റ്റെമ്മിന്റെ ബേസിന്ന് ഒറിജിനേറ്റ് ആവുന്നത്. അപ്പൊ ഒറിജിനേറ്റ്സ് ഫ്രം ദ ബേസ് ഓഫ് സ്റ്റെം. ഇതിന്റെ എക്സാമ്പിൾ ആണ് മോണോകോട്ട് പ്ലാന്റ്സ്. മെയിൻലി മോണോകോട്ട് പ്ലാന്റ്സിൽ ഫൈബ്രസ് റൂട്ടാണ് കാണുക. മോണോകോട്ട് അല്ലാണ്ട് എക്സാമ്പിൾ മോണോകോട്ട് പ്ലാന്റ്സിന് എന്താ? നമ്മളുടെ ഈ ചോറ് അല്ലെങ്കിൽ ഗോതമ്പ് പോലത്തെ അല്ലെങ്കിൽ ഗ്രാസസ് ഒക്കെ ഇല്ലേ, വീറ്റ്, പാഡി ആൻഡ് ഗ്രാസസ്, അതാണ് നമ്മളെ ഫൈബ്രസ് റൂട്ട്. പിന്നെ ഉള്ളത് നമ്മളുടെ
അഡ്വന്റീഷ്യസ് റൂട്ട്. അഡ്വന്റീഷ്യസ് റൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത് എന്താ? ഇത് ഒരു പ്ലാന്റിന്റെ റാഡിക്കൽ അല്ലാണ്ട് ഏതൊരു പാർട്ടിൽ നിന്നും ആ റൂട്ട് ഡെവലപ്പ് ചെയ്യുന്നതിനാണ് നമ്മൾ അഡ്വന്റീഷ്യസ് റൂട്ട് എന്ന് പറയാം. അപ്പോൾ ഇറ്റ് ഒറിജിനേറ്റ്സ് ഫ്രം parts of the plant other than radicle. അപ്പൊ അതിന്റെ എക്സാമ്പിൾസ് ആണ് കുറച്ച് ഞാൻ പറഞ്ഞുതരാൻ പോണത്. അതായത് ഈ ആൽമരത്തിൽ നിന്നൊക്കെ തൂങ്ങി നിൽക്കണ ഈ കുറച്ച് റൂട്ട്സ് കണ്ടിട്ടില്ലേ, അതിനെയാണ് പ്രോപ്പ് റൂട്ട്സ് എന്ന് പറയുന്നത്. പ്രോപ്പ് റൂട്ട്സ് ഇൻ ബാനിയൻ ട്രീ. പിന്നെ മെയ്സിൽ കാണും. മെയ്സിൽ സ്പെഷ്യൽ ടൈപ്പ് റൂട്ടാണ് സ്റ്റിൽറ്റ് റൂട്ട്സ്. ഇതിന്റെയൊക്കെ ഫോട്ടോ ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു സെഷനിൽ കാണിച്ചു തരാം. പിന്നെയാണ് റൈസോഫോറ. ആ റൂട്ടിന്റെ ഫംഗ്ഷൻ ആണ് റെസ്പിറേറ്ററി റൂട്ട്സ് ആണ്. അപ്പോൾ 3 ടൈപ്പ് റൂട്ട് സിസ്റ്റംസ് ഞാൻ പറഞ്ഞു. ടാപ്പ് റൂട്ട് സിസ്റ്റം. ടാപ്പ് റൂട്ട് സിസ്റ്റം എന്താ? ഇറ്റ് ഒറിജിനേറ്റ്സ് ഡയറക്ട്ലി ഫ്രം ദ റാഡിക്കിൾ. The primary roots and its branches constitute taproot system as seen in mustard plant. എന്നുവെച്ചാൽ ഡൈക്കോട്ട് പ്ലാന്റ്സ് എന്നാണ്. പിന്നെ മോണോകോട്സിൽ പ്രൈമറി റൂട്ട് അധികം ജീവനില്ല. അപ്പം ഈ റൂട്ട്സ് എന്താ? ഒറിജിനേറ്റ് ഫ്രം ദ ബേസ് ഓഫ് സ്റ്റെം ആൻഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ഫൈബ്രസ് റൂട്ട് സിസ്റ്റം ആസ് സീൻ ഇൻ വീറ്റ് പ്ലാന്റ്സ്, അതായത് മോണോകോട്ട്. പിന്നെ ഇനി ചില പ്ലാന്റ്സിൽ മോൺസ്റ്റർ അല്ലെങ്കിൽ ബാനിയൻ ട്രീയിൽ റൂട്ട്സ് അറൈസ് ഫ്രം പാർട്സ് അതർ ദാൻ ദ റാഡിക്കിൾ ആൻഡ് ദേ ആർ കോൾഡ് ആസ് അഡ്വന്റീഷ്യസ് റൂട്ട്സ്. അപ്പോ ഇനി നമുക്ക് മെയിൻ ഫങ്ഷൻസ് ഓഫ് റൂട്ട് എന്താന്ന് നോക്കാം. എന്തായിരിക്കും? ഒന്ന്, അവരിങ്ങനെ എന്താ സോയിലിന്റെ അടിയിലല്ലേ, അപ്പൊ ഒരു ആങ്കറിങ് അല്ലെങ്കിൽ ഫിക്സേഷൻ ടു ദ സോയിൽ എന്ന് വെച്ചാൽ കാറ്റൊന്നും വന്നാൽ വീഴാണ്ടിരിക്കുക, ആ ഒരു സ്ട്രെങ്ത് കൊടുക്കും. പിന്നെ ഈ സോയിലുള്ള വാട്ടർ മിനറൽസിനൊക്കെ അബ്സോർപ്ഷന് സഹായിക്കും. പിന്നെ പ്രൊവൈഡ് പ്രോപ്പർ ആങ്കറേജ് ടു ദ പ്ലാന്റ് പാർട്സ്. പിന്നെ ചിലതൊക്കെ ഫുഡ് മെറ്റീരിയലും സ്റ്റോർ ചെയ്യും. പിന്നെ ചിലത് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സും സിന്തസൈസ് ചെയ്യും. ഇത് ലാസ്റ്റ് ഒരു ചാപ്റ്ററിൽ പഠിക്കും, പ്ലാന്റ് ഗ്രോത്ത് ഹോർമോൺസ്. അപ്പൊ ഇവിടെ ഞാൻ പറയുന്നില്ല. അപ്പൊ നോക്ക്, ഞാൻ ഈ ഡയഗ്രാം കാണിച്ചു തരാം. ഈ ഡയഗ്രത്തിൽ ഇതാണ് നമ്മളുടെ പ്രൈമറി റൂട്ട്. ഇതിന്ന് അറൈസ് ചെയ്യുന്ന സെക്കൻഡറി റൂട്ട്, അതിന് വീണ്ടും അറൈസ് ചെയ്യുന്ന ടെർഷ്യറി റൂട്ട്. പിന്നെ ബാക്കിയുള്ള പാർട്സ്, ഇതാണ് റൂട്ട് സിസ്റ്റം. ഈ സോയിലിന്റെ മുകളിലുള്ള പാർട്ടിനെയാണ് ഷൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. അതിൽ എന്തൊക്കെ ഉണ്ടാവും? ബഡ് ഉണ്ടാവും, നോഡ് ഉണ്ടാവും. ആ രണ്ട് നോഡ് തമ്മിലുള്ള സ്പേസ് ഇന്റർ നോഡ് ഉണ്ടാവും, സ്റ്റെം ഉണ്ടാവും, ലീഫ് ഉണ്ടാവും, ഫ്രൂട്ട്, ഫ്ലവർ, ഇതൊക്കെയാണ് ഷൂട്ട് സിസ്റ്റം. അപ്പോ ഇനി ഈ ഡയഗ്രാംസ് നമുക്ക് നോക്കാം. ഈ പ്രൈമറി റൂട്ട് ഡയറക്ട്ലി ഒറിജിനേറ്റ് ആവണ ഏത് ടൈപ്പ് റൂട്ട് സിസ്റ്റം ആണ്? ടാപ്പ് റൂട്ട് സിസ്റ്റം. ഇതെന്താ? ബേസ് ഓഫ് സ്റ്റെം എന്നാണ് ഇത് ഒറിജിനേറ്റ് ചെയ്യുന്നത്. കണ്ട, ബേസ് ഓഫ് സ്റ്റെം എന്ന് ഒറിജിനേറ്റ് ചെയ്യണതാണ് ഫൈബ്രസ് റൂട്ട് സിസ്റ്റം. പിന്നെ അഡ്വന്റീഷ്യസ് റൂട്ട് സിസ്റ്റം എന്താ? ഈ റാഡിക്കിൾ അല്ലാണ്ട് ഏതെങ്കിലും ഒരു പാർട്ട്, പല തരം പാർട്ടുകളിൽ നിന്ന് റൈസ് ചെയ്യണതാണ് അഡ്വന്റീഷ്യസ് റൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. അതിന്റെ എക്സാമ്പിൾ ആണ് സ്റ്റിൽറ്റ് റൂട്ട്സ് ഇൻ മെയ്സ്, അല്ലെങ്കിൽ പ്രോപ്പ് റൂട്ട്സ് ഇൻ ബാനിയൻ ട്രീ, അല്ലെങ്കിൽ റൈസോഫോറ. റെസ്പിറേറ്ററി റൂട്ട്സ് കാണും. അപ്പൊ ഇതായിരുന്നു ടൈപ്സ് ഓഫ് റൂട്ട് സിസ്റ്റം. ഇനി നമുക്ക് റീജിയൻ ഓഫ് റൂട്ട് സിസ്റ്റം പഠിക്കാം. റീജിയൻ ഓഫ് റൂട്ട് സിസ്റ്റത്തില് ഫസ്റ്റ് എന്താ പറയേണ്ടത്? ഈ റൂട്ട് എന്താ റൂട്ടിനെ കവർ ചെയ്ത ഒരു സാധനം ഉണ്ട് എന്ന് വെച്ചാൽ റൂട്ട് ഇസ് കവേർഡ് അറ്റ് ദ എപ്പെക്സ് ബൈ തിമ്പിൾ ലൈക്ക് സ്ട്രക്ചർ കോൾഡ് ദ റൂട്ട് ക്യാപ്പ്. ഇത് കണ്ടോ? ഈ റൂട്ടിന്റെ എപ്പെക്സ് ഏറ്റവും അടിഭാഗം ഒരു തിമ്പിൾ ലൈക്ക് സ്ട്രക്ചർ ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ പറയാ റൂട്ട് ക്യാപ്പ് എന്ന് പറയും. അതിന്റെ ഫങ്ഷൻ എന്താ? ഇത് ഈ ടെൻഡർ എപ്പെക്സ് അല്ലേ റൂട്ടിന്, അതിന് എന്താ പറയാ, ഈ സോയിലിൽ പെനിട്രേറ്റ് ചെയ്യാനും അതില് അഡ്വേഴ്സ് ക്ലൈമറ്റ് ചേഞ്ചസ് അല്ലെങ്കിൽ അഡ്വേഴ്സ് കണ്ടീഷൻസിനെ പൊരുതാൻ സഹായിക്കുന്നതാണ്. പ്രൊട്ടക്റ്റീവ് ഫങ്ഷൻ ആണ് എന്താ പറയാ റൂട്ട് ക്യാപ്പിന്. അതിന്റെ ഫങ്ഷൻ ഇറ്റ് പ്രൊട്ടക്ട്സ് ദ ടെൻഡർ എപ്പെക്സ് ഓഫ് ദ റൂട്ട്. പിന്നെ ഇതിന്റെ മുകളിലൊരു പാർട്ട് ഉണ്ട്. ഈ കണ്ട റൂട്ട് ക്യാപ്പിന്റെയും റൂട്ട് ഹെയറിന്റെയും നടുവിലുള്ള പാർട്ടിനെയാണ് നമ്മൾ പറയാ റീജിയൻ ഓഫ് ഇലോങ്ങേഷൻ. Region of elongation is also known as region of meristematic activity. Meristematic activity എന്ന് പറഞ്ഞാൽ എന്താ? ഇത് ഗ്രോത്ത് ആണ്. മനസ്സിലായോ? ഇത് ഈ പാർട്ടിനെയാണ് നമ്മൾ വെച്ചാൽ ഈ റൂട്ട് ക്യാപ്പിന് തൊട്ടു മുകളിലുള്ള ഒരു ചെറിയൊരു പാർട്ടാണ്, ഗ്രോ ചെയ്യാൻ സഹായിക്കുന്നതാണ് റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി. അപ്പൊ ഇതിന്റെ സെൽസിന് കുറച്ച് പ്രത്യേകത ഉണ്ട്. എന്തായിരിക്കും? സ്മോൾ ആയിരിക്കും.
സെൽസ്. പിന്നെ പ്രോട്ടോപ്ലാസം നല്ല ഡെൻസ് ആയിരിക്കും. പിന്നെ തിൻ വോൾഡും ആയിരിക്കും. പിന്നെ ഇവരുടെ മെയിൻ ഫംഗ്ഷൻ ആണ് they divide repeatedly. റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി ഡിവിഷൻ ആലോചിക്കും, ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. ഇതിന് മുകളിലുള്ള സെൽസിനെയാണ് നമ്മൾ, അത് ഈ റൂട്ടിന്റെ എന്താ പറയാ നീളം കൂട്ടാൻ സഹായിക്കുന്നതാണ്. അതാണ് റീജിയൻ ഓഫ് ഇലോങ്ങേഷൻ. The cells proximal to this region undergo rapid elongation and enlargement responsible for growth of protein length. അപ്പൊ ഈ റീജിയനെയാണ് നമ്മൾ റീജിയൻ ഓഫ് ഇലോങ്ങേഷൻ. അപ്പൊ ഇതിന്റെ എന്താ ഈ പ്രത്യേകത എന്താ ഈ സെൽസിന്? ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യും. സെൽസ് ഡിഫറൻഷിയേറ്റ് ചെയ്തെന്ന് വെച്ചാൽ അതിനൊരു ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന എന്താ, ആദ്യം ഒരു സെൽ, ഓരോരോ സെല്ലിന് സ്പെഷ്യൽ ഫങ്ഷൻസ് കൊടുക്കാനാണ് അത് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പൊ ഈ അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഏറ്റവും അതെന്താണ്, പാർട്സ് ഓഫ് റൂട്ട് സിസ്റ്റം എന്തായിരുന്നു, റൂട്ട് ക്യാപ്പ് ഉണ്ടായിരുന്നു, പിന്നെ റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി ഉണ്ടായിരുന്നു, ഡിവൈഡ് ചെയ്യാൻ കേപ്പബിൾ ആയിരിക്കും. അതിന് മുകളിലുള്ളതാണ് നമ്മൾ റീജിയൻ ഓഫ് ഇലോങ്ങേഷൻ. അതില് ഈ സെൽസിന്റെ ഇലോങ്ങേറ്റഡ് എൻലാർജ്ഡ് ആയിരിക്കും. ഇതിന് തൊട്ട് മുകളിലുള്ളതാണ് റീജിയൻ ഓഫ് മെച്ചുറേഷൻ. ഇതിൽ എന്തായിരിക്കും, റീജിയൻ ഓഫ് മെച്ചുറേഷൻ എന്താ, ഹാസ് ഡിഫറൻഷിയേറ്റഡ് ആൻഡ് മെച്യൂർ സെൽസ്. മെച്യൂർ സെൽസ് ആണ് ഇതിൽ കാണാം. ഇതിൽ നിന്നാണ് റൂട്ട് ഹെയർസ് അറൈസ് ചെയ്യുക. അപ്പോ സെൽസ് പ്രോക്സിമൽ ടു ദ സോൺ ഓഫ് ഇലോങ്ങേഷനിലാണ് റീജിയൻ ഓഫ് മെച്ചുറേഷൻ കാണാം. ഇതിൽ നിന്നാണ് ഈ കുറച്ച് എപ്പിഡെർമൽ സെൽസ് എന്തോ ത്രെഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ഫോം ചെയ്യും. അതിനെയാണ് റൂട്ട് ഹെയർസ് എന്ന് പറയുന്നത്. റൂട്ട് ഹെയർസിന്റെ ഫംഗ്ഷൻ എന്താ, ദേ അബ്സോർബ് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം ദ സോയിൽ. എന്നുവെച്ചാൽ റൂട്ട് ഹെയർ എന്താ പറയാ, ഈ നമ്മുടെ മണ്ണിലുള്ള വെള്ളവും മിനറൽസ് ഒക്കെ വലിച്ചെടുക്കും. അപ്പൊ ഇതായിരുന്നു പാർട്സ് ഓഫ് ദ റൂട്ട്. മനസ്സിലായില്ലേ? പാർട്സ് ഓഫ് ദ റൂട്ടിൽ അത് ഈ റൂട്ട് ക്യാപ്പ് ഉണ്ടായിരുന്നു, അതിന് മുകളിൽ റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി, അതിന് മുകളിൽ റീജിയൻ ഓഫ് ഇലോങ്ങേഷൻ, അതിന് മുകളിൽ റീജിയൻ ഓഫ് മെച്ചുറേഷൻ. റീജിയൻ ഓഫ് മെച്ചുറേഷൻ എന്നാണ് റൂട്ട് ഹെയർസ് ഉണ്ടാവുന്നത്. ഇനി നമുക്ക് കുറച്ച് എന്താ പറയാ എക്സ്ട്രാ പോയിന്റ്സ് ആണ് ഞാൻ പറഞ്ഞത്. മോഡിഫിക്കേഷൻസ് ഓഫ് റൂട്ട്, ഇത് നീറ്റിന് ചോദിക്കുന്നതാണ്. മോഡിഫിക്കേഷൻസ് ഓഫ് റൂട്ട് എന്നുവെച്ചാൽ റൂട്ട്സിന്റെ ഫംഗ്ഷൻ എന്താന്ന് നമുക്കറിയാം, മൂവ്മെന്റ് ഫോർ സപ്പോർട്ട് അല്ലെങ്കിൽ സ്റ്റോറേജ് ഓഫ് ഫുഡ്, റെസ്പിറേഷൻ. അപ്പൊ അതിന്റെ മോഡിഫിക്കേഷൻസ് നോക്കാം. ഫസ്റ്റ് എന്താ, ഫോർ സപ്പോർട്ട് എന്നുവെച്ചാൽ സ്ട്രെങ്ത് കൊടുക്കണം. അതൊക്കെ എന്താ എക്സാമ്പിൾ, പ്രോപ്പ് റൂട്ട്സ് ഞാൻ പറഞ്ഞ പോലെ ബാനിയൻ ട്രീയില്. പിന്നെ സ്റ്റിൽറ്റ് റൂട്ട്സ്, അത് ഇതിലെ കാണുക മെയ്സില്, പിന്നെ മെയ്സും ഷുഗർ കെയിനും. പിന്നെന്താ മോഡിഫിക്കേഷൻ എന്തിനാ, റെസ്പിറേഷൻ എന്താ, നമുക്ക് ന്യൂമാറ്റോ ഫോർസ് ഉണ്ട് ഇൻ റൈസോഫോറ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അഡ്വെന്റീഷ്യസ് റൂട്ട്സ് ആണ് ഇവർക്ക്. അത് മാംഗ്രൂവ്സ് ആണ്. മാംഗ്രൂവ്സ് എന്താണെന്നറിയോ, ഈ വെള്ളത്തിന്റെ നടുവിൽ ഇങ്ങനെ ഗ്രോ ചെയ്യണ വലിയ റൂട്ട്സ് ഒക്കെ ആയിട്ടുള്ള മരങ്ങൾ, അതിനെയാണ് മാംഗ്രൂവ്സ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ള ഫംഗ്ഷൻ എന്താ, റെസ്പിറേഷൻ ആയി സപ്പോർട്ടായി സ്റ്റോറേജ് ഓഫ് ഫുഡ്. സ്റ്റോറേജ് ഓഫ് ഫുഡില് നമുക്ക് പല ടൈപ്പ് റൂട്ട്സ് ഉണ്ട്. ഫ്യൂസിഫോം റൂട്ട്സ് കാണുന്നത് നമ്മളുടെ റാഡിഷിൽ. പിന്നെ നാപ്പിഫോം റൂട്ട്സ്. ഈ റാഡിഷും ബീട്രൂട്ടിന്റെ ഒക്കെ ഷേപ്പ് ഓർത്ത് വെച്ചാൽ മതി, ഇത് ഓർത്ത് വെക്കാൻ. അതാണ് ടെർണിപ്പ്. പിന്നെ ഉള്ളത് കോണിക്കൽ, അതായത് ക്യാരറ്റ്. ഇപ്പൊ കോണിക്കൽ, ക്യാരറ്റിന്റെ ഷേപ്പ് അറിയാലോ എങ്ങനെയാ, ഇങ്ങനെ. നാപ്പിഫോം എന്ന് പറഞ്ഞ ടേർണിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, ഇതാണ് ടേർണിപ്പ്. പിന്നെ ഫ്യൂസിഫോം എന്ന് പറഞ്ഞാൽ ഈ റാഡിഷ് കണ്ടിട്ടില്ല ഇത്ര നീളത്തില്, ഇതാണ് ഫ്യൂസിഫോം ഷേപ്പ്. അപ്പൊ റൂട്ട്സിന്റെ ഞാൻ എല്ലാം പറഞ്ഞു. ഇനി നമുക്ക് സ്റ്റെമ്മിനെ കുറിച്ച് പോവാം. സ്റ്റെം എന്ന് പറഞ്ഞാൽ എന്താ, അത് ഏരിയൽ പാർട്ട് ഓഫ് പ്ലാന്റ് ആണ്. സ്റ്റെം എന്ന് പറയുന്നത് ഏരിയൽ പാർട്ട് ഓഫ് പ്ലാന്റ്. ഏരിയൽ എന്ന് വെച്ചാൽ എയറിലുള്ളത്, എന്നുവെച്ചാൽ നമ്മളുടെ സോയിലിന് മുകളിലുള്ള പാർട്സ് ആണ് സ്റ്റെം. അത് എവിടുന്ന ഡെവലപ്പ് ആവുന്നത്, എംബ്രിയോണി റാഡിക്കൽ നിന്നാണ് നമ്മൾ റൂട്ട്സ് ഡെവലപ്പ് ആവണമെന്ന് പറഞ്ഞു. അപ്പൊ ഇത് ഡെവലപ്പ് ആവണത് ഫ്രം ദ പ്ലിമ്യൂൾ ഓഫ് ദ എംബ്രിയോ, ഡെവലപ്സ് ഫ്രം പ്ലിമ്യൂൾ ഓഫ് എംബ്രിയോ. അപ്പൊ സ്റ്റെം ഞാൻ നേരത്തെ ഒരു പടം കാണിച്ചിരുന്നു. സ്റ്റെം
അപ്പൊ ഇതിന് നോഡ്സും ഇന്റർ നോഡ്സും ഉണ്ട്. നോഡ് എന്ന് പറയുന്നത് എന്താ? നോഡ് എന്ന് പറയുന്ന റീജിയൻ ആണ് ഈ ലീഫ് ഉണ്ടാവുന്നത്. ലീഫ് അറൈസസ് ഫ്രം നോഡ്സ്. ആ രണ്ട് നോഡ് തമ്മിലുള്ള ബിറ്റ്വീൻ ടു നോഡ്സ് ആണ് നമ്മളുടെ ഇന്റർ നോഡ് എന്ന സ്ഥലം കാണുന്നത്. അപ്പോ നമുക്ക് സ്റ്റെമ്മിന്റെ നമുക്ക് NCERT നോക്കാം. സ്റ്റെം എന്താ? ഇറ്റ് ഇസ് ദ അസെൻഡിങ് പാർട്ട് ആണ് ഓഫ് ദ ആക്സിസ് bearing branches, leaves, flowers and fruit. ഇത് ഡെവലപ്പ് ചെയ്യുന്നത് പ്രിമ്യൂൾ ഓഫ് എംബ്രിയോ ഓഫ് ജെർമിനേറ്റിംഗ് സീഡ്. പിന്നെ സ്റ്റെം bears nodes and internodes. അപ്പോൾ region of the stem where leaves are born are called nodes, and while internodes are portions between two nodes. ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ചില സ്റ്റെമ്മിൽ എന്താ ബഡ്സ് ഉണ്ടാവും. ബഡ്സ് ടെർമിനൽ ആയിട്ടുണ്ടാവും, ആക്സിലറി. ടെർമിനൽ എന്ന് വെച്ചാൽ മുകളിലായിട്ട് ഏറ്റവും ഒരെണ്ണം, അല്ലെങ്കിൽ സൈഡിൽ നിന്ന് എറൈസ് ചെയ്യാം. അപ്പൊ സ്റ്റെമ്മ് ഇപ്പൊ യങ് ആണെങ്കിൽ ചിലപ്പോ അത് പച്ച കളറാവും, കണ്ടിട്ടില്ലേ ചെറിയ ചെടികൾ. പക്ഷെ ഈ ചില മരങ്ങളോ അതും സ്റ്റെം തന്നെയല്ലേ. മരങ്ങളുടെ നമ്മൾ ട്രങ്ക് എന്ന് പറയുന്ന സാധനം സ്റ്റെം തന്നെയാ, പക്ഷെ എന്താ ഹാർഡും വുഡി ഡാർക്ക് ബ്രൗൺ ആണ്. പിന്നെ ഫങ്ഷൻസ് ഓഫ് സ്റ്റെം എന്താ? ഫങ്ഷൻസ് ഓഫ് സ്റ്റെം എന്ന് പറയുന്നത് നമ്മള് it is to spread out branches bearing leaves, flowers and fruits. എന്ന് വെച്ചാൽ ഈ ലീവ്സിനും ഫ്ലവേഴ്സ് ഫ്രൂട്ട്സിനൊക്കെ ഗ്രോ ചെയ്യാൻ സഹായിക്കുന്നതാണ് സ്റ്റെം. പിന്നെ അത് വാട്ടർ മിനറൽസും എന്താ കണ്ടക്ട് ചെയ്യും, നമ്മൾ റൂട്ട്സിന് അബ്സോർബ് ചെയ്ത്. പിന്നെ ഫോട്ടോസിന്തസിസിനും സഹായിക്കും. പിന്നെ ചില സ്റ്റെംസിന് സ്റ്റോറേജ് ഓഫ് ഫുഡ് ഉണ്ടാവും, സപ്പോർട്ടിന് സഹായിക്കും, പ്രൊട്ടക്ഷൻ ഉണ്ടാവും ആൻഡ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. അപ്പോ ഇതിന്റെ എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞുതരാം. മോഡിഫിക്കേഷൻസ് ഓഫ് സ്റ്റെം. മോഡിഫിക്കേഷൻസ് ഓഫ് സ്റ്റെമ്മിൽ ഫസ്റ്റ് വരുന്നത് ഫോർ ഫുഡ് സ്റ്റോറേജ്. അതാണ് നമ്മളുടെ റൈസോം. റൈസോം ഏതിൽ കാണുക? ജിഞ്ചർ. പിന്നുള്ളത് ട്യൂബർ, അതാണ് പൊട്ടാറ്റോ. പിന്നെ ബൾബ്, അതാണ് ഒണിയൻ. പിന്നെ കോം, അതാണ് കൊലോക്കേഷ്യ. ഇത് ഓർത്ത് വെക്കണം. റൈസോം ഇതിൽ കാണും ജിഞ്ചർ, ട്യൂബർ എന്തിൽ കാണും പൊട്ടാറ്റോ, ബൾബ് ഒണിയൻ, കോം കൊലോക്കേഷ്യ. കൊലോക്കേഷ്യ എന്ന് പറഞ്ഞാൽ ചേന. അത് കഴിഞ്ഞാൽ സപ്പോർട്ട്. അടുത്ത ഫംഗ്ഷൻ എന്താ സ്റ്റെമ്മിന്റെ? സപ്പോർട്ട്. സപ്പോർട്ടിനായിട്ടുള്ള മോഡിഫിക്കേഷൻ ഏതൊക്കെയാ? ഈ നമ്മളുടെ ഈ തണ്ണിമത്തനും മുന്തിരിയിലൊക്കെ വള്ളികളൊക്കെ കണ്ടിട്ടില്ലേ? അതെന്തിനാ? ഈ വടിയിൽ കയറി പിടിച്ച് അത് മുകളിലേക്ക് കയറുന്നത്, കുക്കുംബറിലൊക്കെ കാണുന്ന പോലെ. അത് സപ്പോർട്ടിനാണ്. അതിനെയാണ് പറയുന്നത് സ്റ്റെം ടെൻഡ്രിൽസ് ഓഫ് വാട്ടർമെലൻ, ഗ്രേപ്പ് വൈൻ, പിന്നെ കുക്കുംബർ. പിന്നെ ഉള്ളത് ഫോർ പ്രൊട്ടക്ഷൻ. പ്രൊട്ടക്ഷൻ എന്താ? ആക്സിലറി ബഡ്സ് ഉണ്ട് ഓഫ് സ്റ്റെം ഓഫ് സിട്രസ്. സിട്രസ് എന്ന് പറഞ്ഞാൽ നാരങ്ങ. അല്ലെങ്കിൽ നമ്മൾ ഈ ബൊഗെയിൻവില്ലയിലൊക്കെ മുള്ള് കണ്ടിട്ടില്ലേ, തോൺസ്, അതാണ് പ്രൊട്ടക്ഷൻ. നമ്മൾ പ്ലക്ക് ചെയ്യാണ്ടിരിക്കാൻ, അല്ലെങ്കിൽ വല്ല ആനിമൽസ് വന്ന് പ്ലക്ക് ചെയ്യാണ്ടിരിക്കാനാണ് ആ മുള്ളുകളുള്ളത്. അതാണ് തോൺസ് ഇൻ ബൊഗെയിൻ വില്ല. പിന്നെ ഉള്ള വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് വെച്ചാൽ നമുക്ക് ഒരു സ്റ്റെമ്മിനെ വെട്ടിയിട്ട് മണ്ണിൽ കുഴിച്ചിട്ട് അതിന് വേറെ പുതിയ പ്ലാന്റ് വരും. അതിന്റെ എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞുതരാം. ഫോർ വെജിറ്റേറ്റീവ് propagation. Example, underground stems of grass, strawberry, mint and jasmine. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ആയി. പിന്നെ ഫുഡ് ഉണ്ടാക്കാൻ, അതാണ് ഫോർ അസിമിലേഷൻ ഓഫ് ഫുഡ്. അസിമിലേഷൻ ഫുഡിന്റെ എക്സാമ്പിൾ എന്താ? ഈ ഫ്ലാറ്റൻ സ്റ്റെം ഓഫ് ഒപ്പൻഷ്യ. ഒപ്പൻഷ്യ എന്ന് പറഞ്ഞാൽ ഈ കാക്ടസ് പോലെ ഡെസേർട്ട് പ്ലാന്റ്. അവർക്കൊന്നും ലീവ്സ് ഇല്ലല്ലോ. അപ്പൊ ലീവ്സ് ഇല്ലെങ്കിൽ അവർ ഫുഡ് എങ്ങനെ ഉണ്ടാക്കും? ലീവ്സിലാണല്ലോ നമ്മൾ ക്ലോറോഫിൽ, ക്ലോറോപ്ലാസ്റ്റ് ഒക്കെ ഉള്ളത്. അപ്പൊ അവരുടെ സ്റ്റെമ്മിലാണ് ഒരു ഫ്ലാറ്റൻഡ് ആയിട്ട് ഇങ്ങനെ പതിഞ്ഞ സ്റ്റെം ആയിരിക്കും, അതിൽ ക്ലോറോഫിൽ കാണും. അതാണ് ഫോട്ടോസിന്തസിസ് ചെയ്യാൻ. അപ്പോ
നമ്മളുടെ സ്റ്റെമ്മ് കഴിഞ്ഞു. സ്റ്റെമ്മിൽ ആലോചിക്കുന്നത് എവിടുന്ന് ഡെവലപ്പ് ചെയ്യുന്നു, മോഡിഫിക്കേഷൻസ് ഓഫ് സ്റ്റെമ്മും അതിന്റെ എക്സാമ്പിൾസും ഓർത്ത് വെക്കുക. ഇനി നമുക്ക് നോക്കാം ലീഫ് എന്ന് പറഞ്ഞാൽ എന്താ. അപ്പൊ ലീഫ് എന്താ, ഇത് ആക്ച്വലി എന്താ അപ്പിക്കൽ മെരിസ്റ്റത്തിൽ നിന്ന് ഡെവലപ്പ് ആവുന്നതാണ്. അപ്പിക്കൽ മെരിസ്റ്റം ഒരു മിനിറ്റ്, ഡെവലപ്സ് ഫ്രം അപ്പിക്കൽ മെരിസ്റ്റം. അതിപ്പോ ലീഫ് എന്ന് പറയുന്നത് പച്ച കളറിലാണ്, ഗ്രീൻ സ്ട്രക്ചർ ആണ്. അതെന്തൊരു ഫംഗ്ഷൻ എന്താ, മാനുഫാക്ചർ ഫുഡ് ബൈ ഫോട്ടോസിന്തസിസ്. അപ്പോ നമുക്ക് ഇതിൽ NCERT എന്താ അവർ പറഞ്ഞേക്കുന്നത് നോക്കാം. അപ്പൊ ലീഫ് എവിടെ ഡെവലപ്പ് ചെയ്യാൻ, നോഡിൽ ഡെവലപ്പ് ചെയ്യും. പിന്നെ ആ ബേഴ്സ് എന്താ ബഡ് ഉണ്ടാവും ആക്സിലിന് ഞാൻ വടി. പിന്നെ ആ ആക്സിലറി ബഡ് എന്താ പിന്നീട് അത് ബ്രാഞ്ചായി മാറും. Leaves originate from shoot apical meristems and are arranged in acropetal order. അപ്പോ ലീവ്സിന്റെ ഈ അറേഞ്ച്മെന്റ് ഓർത്ത് വെക്കണം, അതായത് ആക്രോപീറ്റൽ ഓർഡർ. ഇത് ഞാൻ ഈ ഓർഡറിന്റെ പടം ആക്രോപീറ്റൽ ഓർഡറിൽ ഞാൻ അത് കാണിച്ചു തരാം. ദേ ഒരു ലീഫ് ഇവിടെ ഉണ്ടായി, അടുത്ത ലീഫ് ഇവിടെ ഉണ്ടായി, അടുത്ത ലീഫ് ഇവിടെ ഉണ്ടായി. ഇങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് ലീഫിന്റെ അറേഞ്ച്മെന്റ് ആണ് ആക്രോപീറ്റൽ അറേഞ്ച്മെന്റ്. മനസ്സിലായില്ലേ? They are most important vegetative organs for photosynthesis. ഫോട്ടോസിന്തസിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ആൾക്കാരാണ് ഈ എന്താ പറയാ ലീവ്സ്. ഇനി ലീവ്സിന് പാർട്സ് നമുക്ക് നോക്കാം. ലീവ്സിന് എന്താ പറയാ ടിപ്പിക്കൽ 3 പാർട്സ് ഉണ്ട്. അതായത് ഒരു ലീഫ് ബേസ് കാണാം, പിന്നെ ഒരു പീറ്റിയോള് കാണാം, പിന്നെ ഒരു ലാമിന കാണാം. അപ്പൊ ലീഫ് ബേസ് എന്ന് പറയുന്നത് ഞാൻ ഈ ഡയഗ്രത്തിൽ കാണിച്ചുതരാം. ഇതാണ് ലീഫ് ബേസ് എന്നുവെച്ചാൽ ഇത് സ്റ്റെമ്മിന്ന് ഈ ലീഫ് ഇങ്ങനെ ഒരു വടിയിലല്ലേ റൈസ് ചെയ്യണം, ആ എൻഡിനെയാണ് ലീഫ് ബേസ് എന്ന് പറയുന്നത്. പിന്നെ ലീഫ് ബേസും ഇത് കണ്ടോ, ഇതിനെയാണ് നമ്മൾ ലാമിന എന്ന് പറയും. ഈ ലാമിനയും ലീഫ് ബേസിനും ഒരു കണക്ട് ചെയ്യാൻ ഒരു സ്റ്റോക്ക് ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്, അതിനെയാണ് നമ്മൾ പറയാ പീറ്റിയോൾ. അപ്പൊ ഇതില് നമുക്ക് ഡെഫിനിഷൻ നോക്കാം. ലീഫ് ഇസ് അറ്റാച്ച്ഡ് ടു സ്റ്റെം ബൈ ലീഫ് ബേസ് ആൻഡ് മേ ബെയർ 2 ലാറ്ററൽ അല്ലെങ്കിൽ സ്മോൾ ലീഫ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ്. അപ്പൊ അതിനെയാണ് നമ്മൾ പറയാ എന്താ സ്റ്റിപ്യൂൾ. ഇത് കണ്ടോ ലീഫ് ഇത് കണ്ടിട്ടുണ്ടാവും. നിങ്ങളൊന്ന് പുറത്തിറങ്ങി ചെടികളൊക്കെ ഒന്ന് കാണാം, പല ടൈപ്പ് ഞാൻ പറഞ്ഞ സ്റ്റെംസ് ലീവ്സ് ഒക്കെ കാണാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഡിഫറെന്റ് ടൈപ്സ്. പിന്നെ ഞാൻ പറയണത് ഈ മോണോകോട്ട് പ്ലാന്റ്സിലില്ലേ ഈ ചിലപ്പോ ഈ ലീഫ് ബേസ് എന്താ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യും, എന്നിട്ട് ആ സ്റ്റെമ്മിനെ ഒരു ഷീറ്റ് പോലെ കവർ ചെയ്യും. ഇൻ മോണോകോട്ട്സ് ലീഫ് ബേസ് ഇങ്ങനെ ഒരു ഷീറ്റ് എന്ന് പറഞ്ഞാൽ കവറിങ് പോലെ സ്റ്റെമ്മിനെ പാർഷ്യലി ഫുള്ളി കവർ ചെയ്യും. പിന്നെ ഈ ചില ലെഗ്യൂമിനസ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പൾസസ്, ഈ കടല പോലത്തെ പ്ലാന്റ്സിൽ ലീഫ് ബേസ് സ്വോളൻ ആയിരിക്കും. അതിനെയാണ് നമ്മൾ പറയാ പൾവൈനസ്. പിന്നെ ഞാൻ പറഞ്ഞു പീറ്റിയോളിന്റെ ഫംഗ്ഷൻ എന്താ, പീറ്റിയോൾ ഈ നമ്മളെ ലീഫ് ലാമിനെയും ലീഫ് ബ്ലേഡിനെ ലൈറ്റ് ഉള്ള സ്ഥലത്തേക്ക് അത് പോയിന്റ് ഔട്ട് ചെയ്യും. അതിനുള്ള ഫംഗ്ഷൻ ആണ് പീറ്റിയോൾ. പിന്നെ അതിന് ഈ ചെടികളൊക്കെ ഈ കാറ്റത്തൊക്കെ ഇങ്ങനെ ഒഴുകി ഡാൻസ് കളിക്കുന്ന പോലെയൊക്കെ തോന്നില്ലേ, ഫ്ലട്ടർ ഇൻ വിൻഡ്. അപ്പൊ അതിനെയാണ് അതെന്തിനാ ചെയ്യണെന്ന് അവര് അതിന്റെ ഫംഗ്ഷൻ എന്ത്, കൂളിംഗ് ദ ലീഫ് ആൻഡ് ബ്രിങ്ങിങ് ഫ്രഷ് എയർ ടു ദ ലീഫ് സർഫസ് ആണ്. പിന്നെ ലാമിനാണെങ്കിൽ ലീഫ് ബ്ലേഡ് എന്ന് പറയുന്നത് ഗ്രീൻ പാർട്ടാണ്. അതിലാണ് ഈ വെയിൻസും വെയിൻലെറ്റ്സും കാണുക. അവിടെയാണ് നമ്മൾ ക്ലോറോപ്ലാസ്റ്റ് ഉള്ളത്. ക്ലോറോപ്ലാസ്റ്റിൽ എന്ന് പറഞ്ഞ ഒരു സെല്ലാണ്, അതിന്റെ ഉള്ളിലാണ് എന്താ പറയാ സെൽ ഓർഗനിലാണ് അതിന്റെ ഉള്ളിലാണ് പിഗ്മെന്റ് കാണുക. ഗ്രീൻ പിഗ്മെന്റ് എന്ന് വെച്ചാൽ ക്ലോറോഫിൽ, അതാണ് ഫോട്ടോസിന്തസിന് സഹായിക്കുന്നത്. ഇപ്പൊ വെയിൻസ് ഉണ്ടെന്ന് പറഞ്ഞു, ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ കണ്ട ഈ സാധനങ്ങൾ, ഇതിനെയാണ് വെയിൻസ് എന്ന് പറയാം. വെയിൻസ് എന്താ, ഈ റൂട്ടിൽ നിന്ന് സ്റ്റെം വഴി മിനറൽസും വാട്ടറും ഒക്കെ കണ്ടക്ട് ചെയ്തില്ലേ, അത് ലീഫിലേക്ക് എത്തിക്കണ ഫംഗ്ഷൻ ആണ് വെയിൻസിന്റെ. പിന്നെ അത് റിജിഡിറ്റിയും പ്രൊവൈഡ് ചെയ്യും. ഇനി നമുക്ക് നോക്കേണ്ടത് വീനേഷൻ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വീനേഷൻ ആണ്. ഞാൻ പറഞ്ഞു വീനേഷൻ എന്ന് പറയുന്നത് എന്താ, ഇറ്റ് ഇസ് ദ അറേഞ്ച്മെന്റ് ഓഫ് വെയിൻസ് അല്ലെങ്കിൽ വെയിൻലെറ്റ്സ് ആണ്. ഒരു ലാമിനയിൽ ഈ വെയിൻസ് ചിലപ്പോ ഇങ്ങനെ
ഇങ്ങനെ കണ്ട ഓൾട്ടർനേറ്റ് ആയിട്ട് നമ്മൾ നോർമലി കാണുന്ന ലീവ്സിൽ അങ്ങനത്തെ അറേഞ്ച്മെന്റ് ആവാം. അതിനെയാണ് ഈ പല ടൈപ്പ് ചിലതിൽ ഇങ്ങനെ നീളത്തില് താഴ്ന്ന് മുകളിൽ പാരലായിട്ട്. അപ്പൊ ഈ അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ പറയാ എന്താ വീനേഷൻ. The arrangement of veins and veinlets in the lamina of leaf is termed as venation. അപ്പോ ഈ ചിലതിൽ ഒരു നെറ്റ്വർക്ക് ആയിട്ട് വരും. എന്താ വെച്ചാൽ ഈ ഫോട്ടോയില് എന്താ നമുക്കിങ്ങനെ പല നെറ്റ്വർക്ക് ആയിട്ടല്ലേ വെയിൻസ് കാണുന്നത്. അതിനെയാണ് നമ്മൾ പറയാ റെറ്റിക്കുലേറ്റ് വീനേഷൻ. പിന്നെ ചിലതിൽ വെയിൻസ് ഇങ്ങനെ പാരലായിട്ട് ഈച്ചത് ഓരോ വെയിൻസിനും പാരലായിട്ട് റൺ ചെയ്യും. അതിനെയാണ് പാരലൽ വീനേഷൻ എന്ന് പറയാം. അപ്പൊ ഇത് നോർമലി കാണുന്ന ഡൈക്കോട്ട് പ്ലാന്റ്സിലാണ്. ഈ പാരലൽ വീനേഷൻ കാണുന്ന എന്താ മോണോക്കോട്ട് പ്ലാന്റ്സ്. മോണോക്കോട്ട് എന്ന് പറഞ്ഞാൽ ആലോചിച്ചാൽ മതി, നമ്മളുടെ ഈ വീറ്റ് ഉണ്ട്, ബാർലി, മെയ്സ്, അങ്ങനത്തെ ഇതിലാണ് ആലോചിച്ചിട്ടുണ്ട്. ഈ ഡൈക്കോട്ട് പ്ലാന്റ്സിന്റെ എക്സാമ്പിൾ ഒക്കെ ചൈന റോസായി അങ്ങനെ എന്തെങ്കിലും. ഇനി അടുത്ത് നമുക്ക് നോക്കേണ്ടത് ഫില്ലോ ടാക്സി എന്നാണ്. ഫില്ലോ ടാക്സി എന്ന് പറയുന്നത് എന്താ? ഫില്ലോ ടാക്സിന് മുമ്പ് ഞാൻ വേണമെങ്കിൽ ടൈപ്സ് ഓഫ് ലീവ്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ലീഫിന് നമ്മൾ ഒരു ബ്ലേഡ് ഉള്ള ലീഫിനെയാണ് നമ്മൾ സിമ്പിൾ ലീഫ് എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ അവരുടെ ഈ ലാമിന എന്താ ഇസ് എൻറ്റയർ എന്ന് വെച്ചാൽ അതിന് ഇൻസിഷൻസ് ഒന്നും ഇല്ല. പക്ഷെ when the incisions of the lamina reach up to the midrib and break to number of leaflets, it is called as compound leaf. എന്നുവെച്ചാൽ ഒരു ചെടിയില് ഞാൻ പടം വരച്ച് കാണിച്ചു തരാം. ഇതാണ് സ്റ്റെമ്മ്. ഇതിന്ന് ഡയറക്റ്റ് ഒരു ലീഫ് ഉണ്ടായി. ഇതിനെയാണ് സിമ്പിൾ ലീഫ് എന്ന് പറയുന്നത്. വേറൊരു ചെടിയിൽ സ്റ്റെം ഉണ്ട്, അതിൽ വേറൊരു ബ്രാഞ്ച് വന്നു, അതിൽ ഇങ്ങനെ കുറെ ലീവ്സ് ഉണ്ടായി. കണ്ടോ? ഇതെന്ന് വെച്ചാൽ ലീഫ് അറൈസ് ചെയ്യുന്ന ബഡാണ്, നോഡ്സ് തന്നെയാണ് ഇത് അറൈസ് ചെയ്തത്. ഇതിനെയാണ് നമ്മൾ പറയാ കോമ്പൗണ്ട് ലീഫ്. മനസ്സിലായില്ലേ? A leaf is said to be simple when its lamina is entire or when incised, the incisions do not touch the midrib. പിന്നെ ചിലതിൽ എന്താ, when the incisions of the lamina reach up to the midrib, breaking it to number of leaflets, leaf is called compound. അപ്പൊ ഒരു കാര്യം ആലോചിച്ചിരിക്കേണ്ടത് എന്താ, ഈ ബഡില് ഈ ലീഫ് ഉണ്ടാവാൻ ഒരു ബഡ് വേണം. അത് രണ്ടിന്റെയും സിമ്പിളും കോമ്പൗണ്ട് ലീഫിന്റെ പീറ്റോളിലും കാണും. പക്ഷെ ആക്സിൽ ഓഫ് ലീഫ്ലെറ്റ്സിൽ അത് കാണില്ല. ആക്സിൽ ഓഫ് ലീഫ്ലെറ്റ്സ് ഓഫ് എന്താ കോമ്പൗണ്ട് ലീഫില് അത് കാണില്ല. പക്ഷെ ലീഫിൽ കാണും. ലീഫ്ലെറ്റ് എന്ന് പറയുന്നത് ഈ ചെറിയ ഇതാണ് ലീഫ്ലെറ്റ്സ്. ലീഫ്ലെറ്റ്സ് അറേഞ്ച് ചെയ്യുന്ന ഒരു സ്റ്റെം പോലത്തെ സാധനത്തിനെയാണ് നമ്മൾ റാച്ചസ് എന്ന് പറയുന്നത്. ലീഫ്ലെറ്റ്സ് അറേഞ്ച്ഡ് ഓൺ റാച്ചസ്. അപ്പൊ അവിടെ ലീഫ് ഇത് ബഡ് കാണില്ല. പക്ഷെ ഇതില് കാണും. എന്താ പറയാ, ഈ സാധനല്ലേ, ഇത് ലീഫിന്റെ ആക്സിലാണ്, ഇതില് ബഡ് കാണും. അപ്പൊ ടൈപ്സ് ഓഫ് ലീഫ് ഞാൻ പറഞ്ഞു സിമ്പിളും കോമ്പൗണ്ടും. അപ്പൊ വേണം ഞാൻ ക്ലാസിഫൈ ചെയ്ത് കാണിച്ചു തരാം. സിമ്പിൾ എക്സാമ്പിൾ എന്താണ്? സിമ്പിളിന് ഈ മാംഗോ, മാവൊക്കെ കണ്ടിട്ടില്ലേ, അല്ലെങ്കിൽ പീപ്പിൾ. പിന്നെ ഉള്ളത് കോമ്പൗണ്ടിൽ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. പിന്നേറ്റ്ലി കോമ്പൗണ്ട് എന്ന് പറയും, അല്ലെങ്കിൽ പാമേറ്റ്ലി. അപ്പൊ പിന്നേറ്റ്ലിന്റെ എക്സാമ്പിൾ ഓർത്ത് വെക്കേണ്ടത് നീം, റോസ്. പാമേറ്റ്ലിന്റെ ഓർത്ത് വെക്കേണ്ടത് സിൽക്ക്, കോട്ടൺ. ഇതാണ് നമ്മൾ എക്സാമ്പിൾസ് ആലോചിച്ച് വെക്കേണ്ടത്. ഞാൻ അതിൽ ഫോട്ടോ കാണാം. ഇതില് നമ്പർ ഓഫ് ലീഫ്ലെറ്റ്സ് ആർ പ്രസന്റ് ഓൺ എ കോമൺ ആക്സിസ്, ദാറ്റ് ഈസ് നോൺ ആസ് റാച്ചസ് ആണ്. പിന്നെ പാമേറ്റ്ലിയിൽ എന്താ, ലീവ്സ് പാമേറ്റ്ലി എന്ന് വെച്ചാൽ പാം ഷേപ്ഡ് ആണ്. എന്ന് വെച്ചാൽ ലീവ്സ് ആർ അറ്റാച്ച്ഡ് ടു കോമൺ പോയിന്റ്. ഒരു കോമൺ പോയിന്റിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. അതിന്റെ എക്സാമ്പിളാണ് സിൽക്ക്, കോട്ടൺ. ഇനി നമുക്ക് ഫില്ലോടാക്സിക്ക് പോവാം. ഫില്ലോടാക്സി എന്ന് പറയുന്നത് എന്താ? Phyllotaxy, it is a pattern of arrangement of leaves on the stem and a branch. ഇതിന് ആക്ച്വലി 3 ടൈപ്സ് ഉണ്ട്. അങ്ങനെ എഴുതി കാണിച്ചു തരാം.
ടൈപ്സ് ഓഫ് പില്ലോ ടാക്സി 3 ഉണ്ട്. ഫസ്റ്റ് വരുന്നതാണ് ഓൾട്ടർനേറ്റ്, ഓപ്പോസിറ്റ് അല്ലെങ്കിൽ വേൾഡ്. ഓൾട്ടർനേറ്റ് എന്ന് പറയുന്നത് എന്താ, ഒരു നോഡിൽ ഒരു ലീഫ് കാണുള്ളൂ. സിംഗിൾ ലീഫ് അറ്റ് നോഡ്, അതാണ് ഓൾട്ടർനേറ്റ്. ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് എന്താ, രണ്ടിനും ഒരു നോഡ് 2 ലീവ്സ് ഓപ്പോസിറ്റ് ആയിട്ടുണ്ടാവും. ഇപ്പോ 2 ലീവ്സ് അറ്റ് നോഡ്. വേൾഡ് എന്ന് പറയുന്നത് എന്താ, ഒരു നോഡിൽ 2ൽ കൂടുതൽ ലീവ്സ് ഉണ്ടെങ്കിൽ, ഇങ്ങനെ വേൾഡ് ഫ്ലവർ പാറ്റേൺ ഉണ്ടെങ്കിലാണ് ഇതിന് വേൾഡ് എന്ന് പറയുന്നത്. മോർ ദാൻ 2 ലീവ്സ് ഇൻ എ വേൾഡ് അറ്റ് നോഡ്, അതിനെയാണ് വേൾഡ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഓരോത്തിന്റെ എക്സാമ്പിൾ നോക്കാം. ഓൾട്ടർനേറ്റ് എന്ന് ഞാൻ പറഞ്ഞത് ഒരു നോഡിൽ ഒരു ലീഫ് വരും. എക്സാമ്പിൾ മസ്റ്റേർഡ് അല്ലെങ്കിൽ ചൈന റോസ്. പിന്നെ ഓപ്പോസിറ്റ് ഫില്ലോടാക്സിന് എക്സാമ്പിൾ ആണ്. ഇതൊക്കെ പേര് കൺഫ്യൂസിംഗ് ആണ്, പക്ഷെ ബൈ ഹാർട്ട് ചെയ്യേണ്ട വേണം. കെലോട്രോപ്പിസ് അല്ലെങ്കിൽ ഗുവാവ, അല്ലെങ്കിൽ നിങ്ങൾ വീട്ടില് ഇതിന്റെ ചെടികളൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ പോയി കാണാൻ ഞാൻ പറഞ്ഞു തന്നത് റിലേറ്റ് ചെയ്ത് പഠിക്കുക. പിന്നെ വേൾഡ് ഫില്ലോടാക്സിന് എക്സാമ്പിൾ ആണ് മീഡിയം അല്ലെങ്കിൽ ഡെവിൾ ട്രീ എന്നാണ് അതിന് വേറെ പേര്. ഇതൊക്കെ നീറ്റിൽ ചോദിക്കുന്നതാണ് കേട്ടോ. അപ്പൊ നമുക്ക് NCERT എന്താ പറയണെന്ന് നോക്കാം. ഫില്ലോടാക്സി എന്താ ഞാൻ പറഞ്ഞ അറേഞ്ച്മെന്റ് ഓഫ് ലീവ്സ് ഓൺ ദ സ്റ്റെം അല്ലെങ്കിൽ ബ്രാഞ്ച് ആണ്. ഇതിന് യൂഷ്വലി എന്താ 3 ടൈപ്സ് ഉണ്ട്. ഓൾട്ടർനേറ്റ് ഉണ്ട്, ഓപ്പോസിറ്റ് ഉണ്ട്, വേൾഡ് ഉണ്ട്. ഓൾട്ടർനേറ്റ് എന്താ, സിംഗിൾ ലീഫ് റൈസസ് അറ്റ് ഈച്ച് നോഡ്. എക്സാമ്പിൾ ചൈന റോസും മസ്റ്റേർഡും. പിന്നെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ 2 പെയർ ഓഫ് ലീവ്സ് അറൈസ് അറ്റ് ഈച്ച് നോഡ് ആണ്. അത് 2 ഓപ്പോസിറ്റ് ആയിട്ട് ലൈ ചെയ്യുന്ന എക്സാമ്പിൾ ആണ് അതിന്റെ കെലോട്രോപ്സും ഗുവാവ പ്ലാന്റ്സും. പിന്നെ ചില ഇതിൽ എന്താ 2ൽ കൂടുതൽ ലീവ്സ് ഒരു നോഡിൽ നിന്ന് അറൈസ് ചെയ്യണതിനാണ് നമ്മൾ വേൾഡ് പാറ്റേൺ എന്ന് പറയുന്നത്. അതിനെയാണ് എൽസ്റ്റോണിയ. വേറെ എക്സാമ്പിൾ മീഡിയം അല്ലെങ്കിൽ ഡെവിൾ ട്രീ എന്നും പറയും. ഇനി നമുക്ക് കുറച്ച് മോഡിഫിക്കേഷൻസ് ഓഫ് ലീവ്സ് നോക്കാം. മോഡിഫിക്കേഷൻസ് ഓഫ് ലീഫ്. മോഡിഫിക്കേഷൻസ് ഓഫ് ലീഫിൽ ഫസ്റ്റ് വരുന്നത് ടെൻഡ്രിൽസ്. ടെൻഡ്രിൽസ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അതാണ് ക്ലൈംബിങ്ങിന് സഹായിക്കുന്ന ഇതൊക്കെ പീസിൽ. രണ്ടാമത്തെ സ്പൈൻ. സ്പൈൻ എന്ന തോൺ പോലെ. തോൺ പക്ഷെ സ്റ്റെം മോഡിഫിക്കേഷൻ ആണ്. സ്പൈൻ എന്താ, ലീഫ് മോഡിഫിക്കേഷൻ ആണ്. ഈ കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻസ് ആണ് നീറ്റിൽ ചോദിക്കുക. അതിന്റെ എക്സാമ്പിൾ ആണ് എലോയ്, ആർജിമോൺ. ഇത് ഓർത്ത് വെക്കാം. മൂന്നാമത്തെയാണ് പിക്ചർ. അത് ന്യൂട്രീഷന് വേണ്ടിയിട്ട്. അതാണ് ഇൻസെക്ടിവോറസ് പ്ലാന്റ്സിലെ, അതായത് നെപ്പൻതിസ് പോലത്തെ. അതാണ് പിക്ചർ എന്ന് പറയുന്നത്. ആ ലീഫ് എന്താ, ഇങ്ങനെ രണ്ട് ലീഫ്ലെറ്റ്സ് ഉണ്ടാവും. അതിൽ ഇൻസെക്ട് വന്നിരുന്നത് ക്ലോസ് ചെയ്യും. അതിന് പിന്നെ അവർ ന്യൂട്രീഷൻ ഡിറൈവ് ചെയ്യും. പിന്നെ ഉള്ളത് ഹുക്കാണ്. അത് സപ്പോർട്ടിനുള്ളതാണ്. അതാണ് കാറ്റ്സ് നെയിൽ. ഓക്കെ, അപ്പൊ ഞാൻ ലീഫിനെ കുറിച്ച് ഒരു ഇതെല്ലാം പറഞ്ഞു ഇല്ലേ. ഇനി നമുക്ക് എന്തിനു പോവാം, നമുക്ക് ഫ്ലവറിനെ കുറിച്ച് പഠിക്കാം. ആ ഫ്ലവർ എന്താ, ഫ്ലവർ എന്ന മോഡിഫൈഡ് ഷൂട്ടാണ്. എന്താ, റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആണ്. എന്താ, ആൻജിയോസ്പോംസിൽ അവിടെയാണ് പോളിനേഷൻ ഉണ്ടാവും. പോളിനേഷൻ പിന്നെ ഫ്യൂഷൻ ഓഫ് ഗാമീറ്റ്സ് ഉണ്ടാവും. പിന്നെ അങ്ങനെയാണ് അവിടെ നമ്മളുടെ ബഡ് ഉണ്ടാവണം. പുതിയ ബഡ്, ഒരു ഫ്ലവർ, അതിന് ഫ്രൂട്ട് ഉണ്ടാവണം. അപ്പോ ഫ്ലവർ ഇസ് എ മോഡിഫൈഡ് ഷൂട്ട്. പിന്നെ അതിന്റെ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആണ്, റീപ്രൊഡക്റ്റീവ് യൂണിറ്റ് ആണ് നമ്മളുടെ ആൻജിയോസ്പോംസ്. ആൻജിയോസ്പോം എന്താ നിങ്ങൾ മറ്റേ പ്ലാന്റ് പിണ്ടത്തിൽ പഠിച്ചിട്ടുണ്ടാവും. അപ്പോ അതിന് മുമ്പ് ഫ്ലവർ എന്താന്ന് ഞാൻ പറഞ്ഞു. ഇനി ഇൻഫ്ലോറസൻസ് എന്ന് പറയുന്നത് എന്താ, ഇൻഫ്ലോറസൻസ് എന്ന് പറയുന്നത് നമ്മളുടെ
ഫ്ലോറൽ ആക്സിസ് എന്ന് പറഞ്ഞ ഒരു ആക്സിസ് ഉണ്ട്. അതായത് നേരത്തെ ലീവ്സ് അറേഞ്ച് ചെയ്ത ആക്സിസ് ഒരു ആക്സിസ് ഞാൻ പറഞ്ഞ പോലെ ഫ്ലവർ ഒരു ആക്സിസിൽ അറേഞ്ച് ചെയ്യും. അതിന്റെ അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ പറയാ ഇൻഫ്ലോറസൻസ്. അറേഞ്ച്മെന്റ് of flowers on the floral axis. അപ്പൊ ഫ്ലവർ എന്താ? ഇറ്റ് ഈസ് എ മോഡിഫൈഡ് ഷൂട്ട്. ഞാൻ പറഞ്ഞു എപ്പിക്കൽ മെരിസ്റ്റം ആണ്, പിന്നെ അത് ഫ്ലോറൽ മെരിസ്റ്റമായി മാറുക. ഇതിൽ ഇന്റർനോഡ്സ് ഇലോങ്ങേറ്റ് ആവില്ല, അപ്പൊ ആക്സിസ് എന്താ കണ്ടൻസ്ഡ് ആവും. എന്നുവെച്ചാൽ രണ്ട് ലീവ്സിന്റെ ഇടയിലുള്ള സ്പേസ് ആണ് ഇന്റർനോഡ് എന്ന് ഞാൻ പറഞ്ഞു ലീവ്സിൽ. അപ്പൊ ഈ ഫ്ലവറിലെ കേസിലാവുമ്പോ അത് അവര് നീളം കൂടില്ല, അത് കാരണം അത് ചെറുതായി വരും ആക്സിസ്. ഫ്ലോറൽ ആക്സിസ് ഗെറ്റ്സ് കണ്ടൻസ്. പിന്നെ എപ്പെക്സിന് എന്താ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എന്താ പറയാ ഷൂട്ട് ടിപ്പിൽ ഇപ്പൊ ഫ്ലവർ ഉണ്ടായിരിക്കുക. അപ്പൊ ചിലത് സോളിറ്ററി ആയിരിക്കും, പക്ഷെ ഒന്നിൽ കൂടുതൽ ഫ്ലവേഴ്സ് ഉണ്ടെങ്കിൽ അതിന് പല ടൈപ്പ് അറേഞ്ച്മെന്റ് ഉണ്ടാവും. അപ്പൊ അതിനെയാണ് നമ്മൾ ഇൻഫ്ലോറസൻസ് എന്ന് പറയുന്നത്. അറേഞ്ച്മെന്റ് ഓഫ് ഫ്ലവേഴ്സ് ഓൺ ദ ഫ്ലോറൽ ആക്സിസ് ഇസ് ടേംഡ് ആസ് ഇൻഫ്ലോറസൻസ്. പിന്നെ ഡിപ്പെൻഡിങ് ഓൺ വെദർ ദ എപ്പെക്സ് ഗെറ്റ്സ് ഡെവലപ്ഡ് ഇൻ ടു ഫ്ലവർ ഓർ കണ്ടിന്യൂസ് ടു ഗ്രോ, രണ്ട് ടൈപ്പ് ഓഫ് ഇൻഫ്ലോറസൻസ് ഉണ്ട്. അതായത് ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം ടൈപ്സ് ഓഫ് ഇൻഫ്ലോറസൻസ്. ഫസ്റ്റ് വരുന്നതാണ് റെസിമോസ്. റെസിമോസ് എന്ന് പറയുന്നത് എന്താ? റെസിമോസ് എന്ന് പറയുന്നത് മെയിൻ ആക്സിസ് ഉണ്ടാവും, ആ മെയിൻ ആക്സിസിന്ന് ഈ ഫ്ലവേഴ്സ് ഇങ്ങനെ ഉണ്ടാവും. പിന്നെ ഇതിന്റെ ഗ്രോത്ത് എന്തായിരിക്കും? ലിമിറ്റഡ് ആയിരിക്കും, ഇങ്ങനെ എന്താ പടരില്ല. ഇപ്പൊ റെസിമോസ് ടൈപ്പ് ഓഫ് ഇൻഫ്ലോറസൻസിൽ മെയിൻ ആക്സിസിന്ന് ഫ്ലവർ ഗ്രോ ചെയ്യും ലാറ്ററലി. അത് ആക്രോപീറ്റൽ സക്സഷൻ. ആക്രോപീറ്റൽ എന്താന്ന് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട്. അപ്പൊ ഇതിന്റെ എക്സാമ്പിൾ ആണ് ഞാൻ പറയണത്, സോറി, അതാണ് റാഡിഷ്, മസ്റ്റേർഡ്, പിന്നെ എമരാന്തസ് സോറി. പിന്നെ ഉള്ള ടൈപ്പ് ഓഫ് ഇൻഫ്ലോറസൻസ് പറഞ്ഞാൽ സൈമോസ് ആണ്. സൈമോസ് എന്താ? ഈ മെയിൻ ആക്സിസിന്റെ ഏറ്റവും ടിപ്പില് ഒരു ഫ്ലവർ ഉണ്ടാവും, അത് കാരണം ലിമിറ്റഡ് ഗ്രോത്ത് ആയിരിക്കും വരാം. മെയിൻ ആക്സിസ് ടെർമിനേറ്റ്സ് ഇൻ എ ഫ്ലവർ, ഹെൻസ് ഇസ് ലിമിറ്റഡ് ടു ഗ്രോത്ത്. ഇതിനെയാണ് ഇത് പക്ഷെ ബേസിപ്പിക്കൽ ഓർഡറിലാണ് ഉണ്ടാവുന്നത്. അപ്പൊ ഇത് ഈ പടം കണ്ടോ, ഇതില് നോക്ക്, ഇതാണ് മെയിൻ ആക്സിസ്. ഇതിന്റെ ടിപ്പില് ഒരു ഫ്ലവർ ഉണ്ട്, അത് പിന്നെ ബേസിപ്പിക്കൽ ഓർഡറിൽ ഇങ്ങനെ ഗ്രോ ചെയ്യുന്നതിനാണ് നമ്മൾ പറയാ ബേസിപ്പിക്കൽ. നോക്ക്, ഇവിടുന്ന് തന്നെ വേറെ ഫ്ലവർ വന്നു, ഇവിടുന്ന് തന്നെ വേറെ ഫ്ലവർ. ഇതിനെയാണ് ബേസിപ്പിക്കൽ ഓർഡർ എന്ന് പറയുന്നത്. അതാണ് സൈമോസ് ഇൻഫ്ലോറസൻസ്. ഇപ്പൊ സൈമോസിന്റെ എക്സാമ്പിൾ ആണ് നമ്മളുടെ കോട്ടൺ, ജാസ്മിൻ, അല്ലെങ്കിൽ കെലോട്രോപ്പിസ്. പിന്നെ കുറച്ച് സ്പെഷ്യൽ ടൈപ്സ് ഓഫ് ഇൻഫ്ലോറസൻസ് ഉണ്ട്, അത് ഏതിനാ കാണുകയെന്ന് ആലോചിച്ച് നോക്കുക. അതായത് നമ്മള് ഫിഗ് ഇല്ലേ, ഫിഗ് മരം, അതിനെയാണ് ഫൈക്കസ് എന്ന് പറയുന്നത്. പിന്നെ സാൽവിയ ഉണ്ട്, അല്ലെങ്കിൽ യൂഫോർബിയ ഉണ്ട്. മനസ്സിലായില്ലേ? ഇതായിരുന്നു ഇൻഫ്ലോറസൻസ്. ഇനി നമുക്ക് എന്താ പറയാ, ഫ്ലവറിനെ കുറിച്ച് ഡീറ്റെയിൽ ആയി പഠിക്കാം. ഫ്ലവർ എന്താ? ഫ്ലവർ എന്ന് ഞാൻ പറഞ്ഞു മോഡിഫൈഡ് ഷൂട്ട് ആണ്, അത് ആൻജിയോസ്പോംസിൽ റീപ്രൊഡക്റ്റീവ് യൂണിറ്റും ആണ്. ഇതാണ് ഞാൻ ഫ്ലവർ. പിന്നെ ഫ്ലവർ യൂണിസെക്ഷലും ആവാം, ബൈസെക്ഷലും ആവാന്ന് പറഞ്ഞു. യൂണിസെക്ഷൽ എന്ന് പറയുന്നത് എന്താ? യൂണിസെക്ഷൽ എന്ന് വെച്ചാൽ ഒരു ടൈപ്പ് ഗാമീറ്റ് ആ ഫ്ലവറിൽ ഉണ്ടാവുള്ളൂ. വൺ ടൈപ്പ് ഓഫ് ഗാമീറ്റ് ഓൺലി പ്രസന്റ്, അതായത് ഈതർ മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ. പക്ഷെ ബൈസെക്ഷൽ എന്ന് പറയുന്നത് എന്താ? ബൈസെക്ഷൽ ഫ്ലവർ എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ് ഗാമീറ്റ്, both type of gamete അതിൽ കാണും പ്രസന്റ് ഇൻ ഫ്ലവർ എന്നാണ് യൂണിസെക്ഷലും ബൈസെക്ഷലും. അപ്പോൾ നമുക്ക് ഫ്ലവറിന്റെ ഓരോ പാർട്സ് നമുക്ക് പഠിക്കാം. ഫ്ലവറിന്റെ പാർട്സ് എന്താ? ഫ്ലവർ എന്താണെന്ന് റീപ്രൊഡക്റ്റീവ് യൂണിറ്റ് ആണ് ആൻജിയോസ്പോംസിൽ, സെക്ഷൽ റീപ്രൊഡക്ഷൻ. ഒരു ടിപ്പിക്കൽ ഫ്ലവറിൽ 4 ഡിഫറെന്റ് കൈൻഡ് ഓഫ് വേൾസ് ഉണ്ടാവും. വേൾസ് എന്ന് പറഞ്ഞാൽ ഈ എതളുകള്, അതിങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും ഓരോരോ പാറ്റേണില്. അത് അറേഞ്ച് ചെയ്ത പാറ്റേണിൽ ഒരു ഈ പൂവിന്റെ അടിയിൽ ഇങ്ങനെ തടിച്ച ഒരു പാർട്ട് കണ്ടിട്ടില്ലേ സ്റ്റോക്കിന്റെ എൻഡില്? സോളൻ എൻഡ് സ്റ്റോക്ക് എന്ന പെഡിസിലാണ്. അതിനെയാണ് നമ്മൾ തലാമസ് അല്ലെങ്കിൽ റിസെപ്റ്റിക്കിൾ എന്ന് പറയുന്നത്. അതായത് ഈ സാധനം
ഇതാണ് തലാമസ്. പിന്നെന്താ, ഓരോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പാർട്സ് ഉണ്ട്. ഈ ചില പൂക്കളിൽ ഇങ്ങനെ അടിയിൽ ഈ ഇല പോലെ സാധനങ്ങൾ കണ്ടിട്ടില്ലേ, അതിനെയാണ് നമ്മൾ പറയാ കാലിക്സ്. കാലിക്സ് അല്ലെങ്കിൽ സെപ്റ്റൽസ്. പിന്നെന്താ, ഈ പൂ നല്ല കളർഫുൾ ആയിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള ഈ വേൾഡ്സിനെയാണ് നമ്മൾ പറയാ കൊറോള അല്ലെങ്കിൽ പെറ്റൽസ്. അതിന്റെ ഫങ്ഷൻ എന്താ, ബ്രൈറ്റ് ആയതുകൊണ്ട് എന്താ, അട്രാക്ട്സ് ഇൻസെക്ട് ഫോർ എന്തിനായിരിക്കും ആലോചിച്ച് നോക്കും, ഫോർ പോളിനേഷൻ. പിന്നെ ഞാൻ പറഞ്ഞു ഈ മെയിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കണേന്നാണ്. അപ്പൊ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ ഇവർക്ക് എന്തുണ്ടാവും, സെക്സ് ഓർഗൻസ് ഉണ്ടാവും. അപ്പൊ അങ്ങനെ മെയിൽ സെക്സ് ഓർഗനെയാണ് നമ്മൾ പറയാ ആൻഡ്രീഷ്യം. അതിന്റെ ആൻഡ്രീഷ്യം അല്ലെങ്കിൽ സ്റ്റേമൻ, അവരാണ് എന്താ പോളൻ ഗ്രെയിൻസ് പ്രൊഡ്യൂസ് ചെയ്യാം. പോളൻ ഗ്രെയിൻസ് ആർ പ്രൊഡ്യൂസ്ഡ്. പിന്നെ എന്താ പറയാ, ഗൈനേഷ്യം വരും, ഫീമെയിൽ സെക്സ് ഓർഗൻ, അതാണ് ഗൈനേഷ്യം. അതിൽ കുറെ പെറ്റൽസും കൂടി ചേർന്നിട്ടാണ് എന്താ പറയാ സ്റ്റിഗ്മ സ്റ്റൈൽ ഓവറി എന്ന് പറയും. ഇതാണ് സ്റ്റിഗ്മ, ഇതിലാണ് മറ്റേ ഇൻസെക്ട് വന്നിരിക്കുന്നത്. പിന്നെ ഇതാണ് സ്റ്റൈല്, ചെറുത്. പിന്നെ ഇതാണ് ഓവറി. മനസ്സിലായില്ലേ? സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി. സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി. ഇതാണ് സ്റ്റേമൻ. സ്റ്റേമന് ആന്തറും ഫിലമെന്റും ഉണ്ടാവും. ആന്തർ, പിന്നെ ഫിലമെന്റ്. ഇതാണ് ബേസിക് ആയിട്ടുള്ള ഫ്ലവറിന്റെ മോർഫോളജി. ഇതിന് ഫ്ലവറിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞുതരാം. അപ്പൊ അതുവരെ നമുക്ക് ഇതുവരെ പഠിച്ചതൊന്ന് നോക്കാം. അപ്പൊ ഇതിന്റെ ടിപ്പിക്കൽ ഫ്ലവറിന്റെ പാർട്സ്, കാലിക്സ് എന്ന ഇല പോലത്തെ സെപ്റ്റൽസ് എന്ന് പറയുന്നത്. പിന്നെ കൊറോള എന്ന് പറഞ്ഞ പെറ്റൽസ്, ആൻഡ്രീഷ്യം എന്ന് പറഞ്ഞ മെയിൽ സെക്സ് ഓർഗൻ, ഗൈനേഷ്യം എന്ന് പറഞ്ഞ ഫീമെയിൽ. പിന്നെ ഗൈനേഷ്യം ആലോചിച്ച് നോക്ക്, ഗൈനി പെണ്ണുങ്ങളെ റിലേറ്റഡ് അല്ലേ, അങ്ങനെ ആലോചിക്കാം. പിന്നെ കാലിക്സും കൊറോള എന്താ ആക്സസറി ഓർഗൻസ് ആണ്. പക്ഷെ ആൻഡ്രീഷ്യം ഗൈനേഷ്യം എന്താ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ആണ്, അത് ആലോചിക്കണം. എന്നുവെച്ചാൽ സെപ്റ്റൽസും പെറ്റൽസും കൊണ്ട് അട്രാക്ട് ചെയ്യും, പെറ്റൽസ് കൊണ്ട് നമ്മൾ ഇൻസെക്ട്സ് ഒക്കെ വന്ന് പോളിനേഷന് സഹായിക്കുന്നത് ശരിയാണ്. പക്ഷെ ഇത് റീപ്രൊഡക്ഷൻ നടക്കാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മളെ ആൻഡ്രീഷ്യം ഗൈനേഷ്യം. പിന്നെ ചില ഫ്ലവേഴ്സിൽ ഈ പെറ്റലും ഈ സെപ്പലും നമുക്ക് അങ്ങനെ തിരിച്ചറിയാൻ പറ്റില്ല ഡിഫറെന്റ് ആയിട്ട്. അപ്പൊ അങ്ങനെ പറയണ അങ്ങനത്തെ സ്ട്രക്ചറിനെയാണ് നമ്മൾ പെരിയാന്ത് എന്ന് പറയുന്നത്. അത് മെയിൻലി ലില്ലിയിലാണ് കാണുക. പറഞ്ഞുതരാം. Some flowers like lily, the calyx and corolla are not distinct and are termed as എന്താ നമ്മളുടെ പെരിയാന്തായിട്ട് പറയും നമ്മൾ. പിന്നെ ചില ഫ്ലവേഴ്സിന് എന്താ രണ്ട് ആൻഡ്രീഷ്യം ഗൈനേഷ്യം ഉണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ, മെയിൽ സെക്സ് ഓർഗൻ ഫീമെയിൽ സെക്സ് ഓർഗൻ ഉണ്ടെങ്കിൽ അവരെയാണ് നമ്മൾ ബൈസെക്ഷൽ എന്ന് പറയും. ചില ഫ്ലവേഴ്സിന് എന്താ ഒന്നില്ലെങ്കിൽ സ്റ്റേമൻ കാണും, അല്ലെങ്കിൽ ചിലപ്പോ ഫീമെയിലിന്റെ പാർട്ടിലെ പെറ്റൽസോ കാർപ്പിൾസ് ഒക്കെ കാണുന്നതിനാണ് നമ്മൾ പറയാ യൂണിസെക്ഷൽ. അപ്പൊ ഇത്രയും വരെ ഇന്ന് പഠിക്കുക. അപ്പൊ ഞാൻ ഒന്ന് റിവൈസ് ചെയ്ത് തരാം ഇന്ന് നമ്മൾ എന്തൊക്കെയാ പഠിച്ചെന്ന് സ്റ്റാർട്ടിങ് തൊട്ട്. അപ്പൊ മോർഫോളജി എന്ന് പറയുന്നത് എന്താ, അത് സ്റ്റഡി ഓഫ് വേരിയസ് എന്താ എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് ആണ് ഓർഗാനിസത്തിൽ. നമുക്ക് നമ്മളുടെ കണ്ണുകൊണ്ട് നേരിട്ട് കാണാവുന്നതാണ് മോർഫോളജി. അപ്പൊ അങ്ങനെ നമുക്ക് ഒരു പ്ലാന്റിനെ എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം, എന്തൊക്കെ പാർട്സ് ആക്കാം. ഫസ്റ്റ് വരുന്ന റൂട്ട് എന്ന് പറയുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞിരുന്നു, റാഡിക്കൽ ഓഫ് എംബ്രിയോന്ന് ഡെവലപ്പ് ചെയ്ത് അതിന് പല ടൈപ്സ് ഓഫ് റൂട്ട് സിസ്റ്റംസ് ഉണ്ടാവും. ചിലത് ഡയറക്റ്റ് ആയി പ്രൈമറി റൂട്ട് ഉണ്ടാവുന്നതാണ് ടാപ്പ് റൂട്ട് സിസ്റ്റം. ചിലത് ബേസ് ഓഫ് സ്റ്റെമ്മിന്ന് റൂട്ട്സ് ഉണ്ടാവും, അതിനെയാണ് ഫൈബസ് റൂട്ട് എന്ന് പറയുന്നത്. പിന്നെ ചില ടൈപ്പ് ഓഫ് റൂട്ട് സിസ്റ്റത്തിന് എന്താ ഈ ബേസ് റാഡിക്കൽ അല്ലാണ്ടുള്ള സ്ഥലങ്ങളിൽ ഒറിജിനേറ്റ് ചെയ്യും. അതായത് ബനിയൻ ട്രീയിൽ പ്രോപ്പ് റൂട്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ സ്റ്റീൽ റൂട്ടില് മേസിൽ കാണുന്നു. ഇതാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റൂട്ട്. പിന്നെ ഞാൻ പറയണത് എന്താ റീജൻസ് ഓഫ് റൂട്ട്. ഇത് ഞാൻ പറഞ്ഞു, റൂട്ടിന്റെ എപ്പെക്സിൽ എന്തുണ്ട്, ഒരു കവറിങ് സിമ്പിൾ ലൈക്ക് കവറിങ് ഉണ്ട്, അതിനെയാണ് റൂട്ട് ക്യാപ്പ് എന്ന് പറയാം. അതിന്റെ തൊട്ട് മുകളിൽ ഈ ഡിവൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ
റെപ്ലിക്കേഷൻ അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ സഹായിക്കുന്ന ഒരു റീജിയൻ ആണ് റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി. അതിനും തൊട്ട് മുകളിൽ ഈ റൂട്ടിന്റെ നീളം കൂട്ടാനും സൈസ് കൂട്ടാനും സഹായിക്കുന്നതാണ് റീജിയൻ ഓഫ് ഇലോങ്ങേഷൻ. അതിനും മുകളിലാണ് റീജിയൻ ഓഫ് മെച്ചുറേഷൻ. റീജിയൻ ഓഫ് മെച്ചുറേഷൻ വരുമ്പോൾ അവിടെ സെൽസ് ഡിവൈഡ് ചെയ്യുക, അതിനൊരു സ്പെസിഫിക് ഫംഗ്ഷൻ ഉണ്ടാവും. പിന്നെ അത് കാരണമാണ് അത് വെൽ ഡിഫറൻഷിയേറ്റഡ് സെൽസ് ആണ്. റീജിയൻ ഓഫ് മെച്ചുറേഷൻ എന്നാണ് നമ്മളുടെ റൂട്ട് ഹെയർസ് ഉണ്ടാവുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പല മോഡിഫിക്കേഷൻസ് ഓഫ് റൂട്ട് പറഞ്ഞു. അപ്പൊ അതിന്റെ എക്സാമ്പിൾ നന്നായി ഓർത്ത് വെച്ച് പഠിച്ചു വെക്കാം. പിന്നെ നമുക്ക് നോക്കേണ്ടത് മറ്റേ മോഡിഫിക്കേഷൻസ് ഓഫ് സ്റ്റെം ആണ്. സ്റ്റെം എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താ ആലോചിച്ച് നോക്ക്. സപ്പോർട്ട് ആവാം, ഫുഡ് സ്റ്റോറേജിനാവാം, പ്രൊട്ടക്ഷനും ആവാം. അപ്പൊ അതിന്റെ ഞാൻ ഓരോരോ എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. ഇത് കൺഫ്യൂസ് ആവരുത് മോഡിഫിക്കേഷൻ ഓഫ് ലീഫ് ആയിട്ട്. മനസ്സിലായല്ലോ? പിന്നെ ഞാൻ പറഞ്ഞ എന്താ ലീഫ് ആണ്. ലീഫ് അതിന് മുമ്പ് സ്റ്റെം എവിടുന്ന ഡെവലപ്പ് ചെയ്യണത് ഞാൻ പറഞ്ഞു, പ്ലിമ്യൂൾ ഓഫ് എംബ്രിയോന്ന്. ലീഫ് എവിടുന്ന് ഡെവലപ്പ് ചെയ്യും? അപ്പിക്കൽ മെരിസ്റ്റത്തിൽ. പിന്നെ ലീഫിന്റെ ഓരോ സ്ട്രക്ചേഴ്സ്, അതായത് ലീഫ് ബേസ്, പിറ്റ്യൂള് അല്ലെങ്കിൽ ലാമിന, പിന്നെ പിറ്റ്യൂളിന്റെ ഫങ്ഷൻസ്, ഇതൊക്കെ ഓർത്ത് വെക്കുക. പിന്നെ ടൈപ്സ് ഓഫ് വീനേഷൻസ്, അതിന്റെ എക്സാമ്പിൾസ് നോക്കണം. പിന്നെ ഫില്ലോടാക്സ് നോക്കണം, ടൈപ്സ് ഓഫ് ലീഫ് നോക്കണം, സിമ്പിൾ ആണോ കോമ്പൗണ്ട് ആണോ എന്ന്, അല്ലെങ്കിൽ അതിന്റെ എക്സാമ്പിൾസ് നോക്കണം. പിന്നെ നോക്കേണ്ടത് നമ്മളുടെ ഇൻഫ്ലോറസൻസ്. ഇൻഫ്ലോറസൻസ് എന്ന് പറയുന്നത് എന്താ ഞാൻ പറഞ്ഞിരുന്നു. അത് മോഡിഫൈഡ് ഫ്ലവറിന്റെ ഒരു ഫ്ലോറൽ ആക്സിസിൽ അതിന്റെ അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ ഇൻഫ്ലോറസൻസ് എന്ന് പറയാം. പിന്നെ അതിലുള്ള പല ടൈപ്പ് ഓഫ് ഇൻഫ്ലോറസൻസ്, റെസിമോസും സൈമോസും പിന്നെ പാർട്സ് ഓഫ് ഫ്ലവർ വരെ ഞാൻ ഇന്ന് പറഞ്ഞു. അപ്പോ നമുക്ക് ഇനി അടുത്ത പാർട്ടിൽ ഞാൻ അടുത്ത സെഷനിൽ കവർ ചെയ്യാൻ പോകുന്ന ഈ പല ടൈപ്പ് ഫ്ലവറിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ മോർഫോളജി പറഞ്ഞുതരും, പാർട്സ് ഓഫ് ഫ്ലവർ പറഞ്ഞുതരും, പിന്നെ അതിന്റെ അറേഞ്ച്മെന്റ്, ഏസ്റ്റിവേഷൻ, അതെല്ലാം പറഞ്ഞുതരും ഞാൻ. ഫ്രൂട്ട് പറയണം നാളെ. പിന്നെ സീഡിന്റെ സ്ട്രക്ചേഴ്സ് ഞാൻ പറഞ്ഞു, ഡൈക്കോട്ടും മോണോക്കോട്ടും എന്താണ്, അതെന്താന്ന് പറഞ്ഞു ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞില്ല. അതൊക്കെ ഞാൻ നാളെ പറഞ്ഞുതരും. പിന്നെ നമുക്കൊരു ഫ്ലവർ കിട്ടിയ ആ ഫ്ലവറിന്റെ ഒരു ഡയഗ്രാം, ഒരു സിംബോളിക് ഡയഗ്രാം വരയ്ക്കണമെങ്കിൽ അതെങ്ങനെയാണെന്നും ഞാൻ നാളെ പറഞ്ഞുതരാം. അതിനെയാണ് മോർഫോളജിക്കൽ ഡിസ്ക്രിപ്ഷൻ പറയാം. പിന്നെ പല ടൈപ്പ് ഫാമിലീസിനെ നമ്മൾ പഠിക്കണം. അപ്പോൾ ഇതാണ് ഇന്നത്തെ സമ്മറി. ഇനി നമുക്ക് ഇന്ന് പഠിച്ചതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് NCERT ഉണ്ടോ എന്ന് നോക്കാം. എന്തൊക്കെയായിരുന്നു എക്സസൈസിലായത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചതിൽ തന്നെയാണ്. പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീഫും പാമേറ്റ്ലി കോമ്പൗണ്ട് ലീഫും തമ്മിൽ ഡിഫറൻസ് എന്താ? ഞാൻ പറഞ്ഞിരുന്നു പാമേറ്റ്ലി കോമ്പൗണ്ട് ലീഫിൽ ഒരു പോയിന്റിൽ തന്നെയാണ് ലീവ്സ് ഇങ്ങനെ അറേഞ്ച് ആവുന്നത്. പക്ഷെ പിന്നേറ്റ്ലിയിൽ ഇങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ടാണ് അറേഞ്ച് ആവുന്നത്. പിന്നെ എക്സ്പ്ലെയിൻ വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾസ് ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എന്താ പറയാ ഫില്ലോടാക്സി. അതും ഞാൻ പറഞ്ഞു തന്നിരുന്നു. അത് നിങ്ങൾ നാളത്തേക്ക് ഹോംവർക്കായി ചെയ്യണം. പിന്നെ വേറെ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ റെസിമോസ് ആൻഡ് സൈമോസ് ഇൻഫ്ലോറസൻസ്. റെസിമോസിൽ അൺലിമിറ്റഡ് ഗ്രോത്ത് ആണ്, സൈമോസിൽ ലിമിറ്റഡ് ഗ്രോത്ത് ആണ്. സൈമോസിൽ ടെർമിനേറ്റ്സ് ഇൻ ഫ്ലവർ, റെസിമോസിൽ ടെർമിനേറ്റ് ആവില്ല. ആക്രോപീറ്റൽ സക്സഷൻ ആണ്, സൈമോസിൽ ബേസിപീറ്റൽ സക്സഷൻ ആണ്. ഇത് ഓർത്ത് വെക്കുക. ഞാൻ വേണമെങ്കിൽ എഴുതിത്തരാം. റെസിമോസിൽ അൺലിമിറ്റഡ് ഗ്രോത്ത് ആണ്, പിന്നെ സൈമോസില് ലിമിറ്റഡ് ഗ്രോത്ത് ആണ്. പിന്നെ ഇത് ആക്രോപീറ്റൽ ആണ് സക്സഷൻ, ഇത് ബേസിപീറ്റൽ. അപ്പോ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. ബാക്കി നമ്മൾ നാളത്തെ ക്ലാസ്സും കൂടി കഴിഞ്ഞ് നമുക്ക് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കാം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. സോ താങ്ക് യു എവ്രിവൺ.